Hello friends, how are you? Fine? Very good. എല്ലാവർക്കും സുഖമാണല്ലോ? ടെക്സ്റ്റൊക്കെ വായിക്കുന്നുണ്ടല്ലോ? നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ വാക്യത്തിൽ പ്രയോഗിക്കുന്നുണ്ടല്ലോ? നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈനംദിന ജീവിതത്തിൽ എഴുതുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ? വെരി ഗുഡ്. So we will go back to our points. Point number 3, the third L. What was the first L? Learning. And what will learning do? How will learning empower women? Learning provides the foundation for change. Then second L, labor. Labor provides or gives economic independence. And third is leadership. What does leadership do to women? We will see that. Before that, I would like to repeat. We should repeat the meanings of these words which we saw yesterday. Some of these words are very common. So, for example, innate, I-N-N-A-T. Innate means what is inside. Innate. So there are many innate abilities in every person. In every person there are many innate abilities. ഈ ലോകത്തിൽ ആരുമില്ല ഒരു എന്തെങ്കിലുമൊക്കെ കഴിവുകളില്ലാത്തവർ. Everybody has innate abilities. Consensus means you take the opinion of everybody and also their agreement or consent. Take everybody's opinion and take a decision which is agreed by everybody. That is consensus means. എല്ലാവരും പറയുന്ന അനുസരിച്ച് എല്ലാവരുടെയും ഒരു സമന്വയം അല്ലെങ്കിൽ എല്ലാവർക്കും സമ്മതമുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അതാണ് കൺസെൻസസ് എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് എയിം, നമുക്കറിയാവുന്ന കാര്യമാണ് ഫോക്കസ്. Your focus should be only on studies. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഫോക്കസ് എയിം എന്ന് പറയുന്നത് ഒരു പഠനം മാത്രമായിരിക്കണം. ഈ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പല ഇൻട്രസ്റ്റുകൾ വരാം. ബട്ട് നൗ ദ ഫോക്കസ് ഷുഡ് ബി ഓൺലി ഓൺ സ്റ്റഡീസ്. യുവർ എയിം ഫോക്കസ്. ദെൻ മൈൻഡ് സെറ്റ്, ഇതൊക്കെ അറിയാവുന്ന വാക്കാന്ന് വിചാരിച്ചാണ് ഞാൻ. മൈൻഡ് സെറ്റ് മീൻസ് യുവർ മെൻ്റൽ കണ്ടീഷൻ, ദ വേ യു തിങ്ക്, നമ്മൾ ചിന്തിക്കുന്ന രീതി. Mindset. Those people who believe in superstitions, they should change their mindset. അന്ധവിശ്വാസങ്ങളിൽ ജീവിക്കുന്നവർ അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി മാറ്റണം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു സ്ഥലത്ത് ഒരു പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, ഒരു പെൺകുട്ടിയെ എനിക്ക് ആ വാക്ക് പറയാൻ പറ്റും, എനിക്കൊരു വിഷമം. കരളെടുത്തിട്ട് തിന്നുക. അവരുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ തിന്നാൽ കുട്ടികളുണ്ടാവും. അതൊരു അന്ധവിശ്വാസമല്ല, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചതല്ലേ. അപ്പം അത് സത്യം പറഞ്ഞാൽ എങ്ങനെ ആ പ്രോസസ്സ് പറയാൻ എനിക്ക് ഒരു വിഷമം, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പം അത്രയ്ക്ക് ഹൊറബിളായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ എന്നും നിലനിൽക്കുന്നു സൊസൈറ്റിയിൽ. അതുകൊണ്ടാണ് ദേ ഷുഡ് ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്. റിസ്ക് എന്നുള്ളത് നമുക്ക് സാധാരണ പറയുന്നത്, റിസ്ക് എടുക്കരുത്. റിസ്ക് എടുക്കാതെ ഒന്നും സാധിക്കത്തില്ല. നമ്മളെന്താ റിസ്ക് എടുക്കാതെ, മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്തെങ്കിലും ഒരു ചലഞ്ച് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് സൈക്ലിംഗ് പഠിക്കുന്നു, കുറച്ച് റിസ്ക് ഉണ്ട് അതിനകത്ത്. എന്നതാ, വീഴും, പൊട്ടും, ചിലപ്പോൾ ദേഹത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നമുക്ക് രക്തമൊക്കെ പോയെന്നിരിക്കും, ദേഹമൊക്കെ വഴങ്ങിയിട്ട്. അത് റിസ്ക്കാണ്. നേരത്തെ നമ്മൾ സൈക്ലിംഗ് പഠിക്കാതിരിക്കുമോ? ഇല്ല. സോ യു ഹാവ് ടു ടേക്ക് റിസ്ക് ഇൻ ലൈഫ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത, ബോർഡർ എഴുതാത്തത്. ഇന്നേറ്റ്, കൺസെൻസസ്, ഫോക്കസ്, മൈൻഡ് സെറ്റ് ആൻഡ് റിസ്ക്. ഇനി plenty of room
റൂം എന്ന് പറഞ്ഞാൽ മുറി എന്നാണ്, പക്ഷെ ഇവിടെ അർത്ഥം സ്പേസ് എന്നുള്ളതാണ്. മുറി എന്ന് പറഞ്ഞാൽ സ്പേസ് ആണല്ലോ. അപ്പം plenty of opportunities, plenty of opportunities for improvements. When you are getting, suppose you get only 60%, 40% mark for your first exam, the teacher will say, oh, you have plenty of room for improvement. കാരണം എന്താ, ക്രിസ്മസ് വെക്കേഷൻ ക്രിസ്മസ് എക്സാം വരുന്നു, അതിന് ശേഷം വരുന്ന സമ്മർ എക്സാം വരുന്നു. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നായി പറയുന്നത്. ദർസ് പ്ലെന്റി ഓഫ് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. ദാറ്റ് ഇസ് ദ മീനിങ്. നല്ലൊരു ഫ്രേസാണ് ഉപയോഗിക്കുന്നത്. മറ്റു ഫ്രേസൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നല്ല ഫ്രേസസൊക്കെ. ഇറ്റ്സ് ഓൾ അബൌട്ട്, പിന്നെ നല്ലൊരു ഫ്രേസ് ഉണ്ടല്ലോ, സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റ്. അതിനുശേഷം നമ്മൾ പഠിച്ചു തന്നെ ഓപ്പൺ ദ ഡോർസ് ടു ഓപ്പർച്യൂണിറ്റീസ്, ബ്രേക്ക് ദ ഷാക്കിൾസ്, അതൊക്കെ ഓർക്കുന്നില്ലേ. tend to get stuck in. അതുപോലെ പല നമ്മൾ പഠിച്ചാണ് lack the confidence to match their competence. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് സോ plenty of irony എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസമാണ് ശരിക്കും പറയാം. ഐറണിയുടെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പരിഹസിക്കുന്നതിനാണ്. ഉദാഹരണം പറയണം, നമ്മൾ പറയുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം. ഉദാഹരണം ഞാൻ പറയാം. ഒരു കുട്ടി 5 പ്രാവശ്യം തോറ്റു. ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ പറയാണ്, ശബാഷ്, യു ഹാവ് ഡൺ വെൽ. അതൊരു ഐറണിയാണ്, പരിഹാസമല്ലേ. 5ാം പ്രാവശ്യം തോറ്റ് വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പം അച്ഛൻ പറയുകയാണ്, നീ കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പം പറയുന്നതും മനസ്സിലുള്ളതും തമ്മിലുള്ള വ്യത്യാസമില്ലേ, അതൊരു പരിഹാസമല്ലേ ശരിക്കും പറഞ്ഞാൽ അത് പരിഹാസമാണ്. അതാണ് ഐറണി എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ടെക്സ്റ്റിൽ ഇതിന് ഐറണി എന്താണ്, ആ സാധാരണ ആളുകൾ വിചാരിക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താ, സ്ത്രീകൾ അതിൽ നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാനും നല്ല രീതിയിൽ ഭരണം നടത്താനും കഴിവുള്ളവരാണ്. അപ്പം സാധാരണക്കാർ പറയുന്നത് പുരുഷന്മാർക്കാണ് കഴിയുന്നത്. അതേസമയം സത്യത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളാണ്. ദേ ആർ മച്ച് ബെറ്റർ ഡിസിഷൻ മേക്കേഴ്സ്. അതാണ് അതിനകത്ത് ഐറണി. ബിൽഡിംഗ് ഇൻക്ലൂഷൻ, കമ്പാഷൻ. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കെട്ടിടമല്ല, പക്ഷേ ബിൽഡിംഗ് മീൻസ് ക്രിയേറ്റിംഗ്. ഇതാണ് in a background, to create a background of inclusion. Include എന്നുള്ള വാക്കത്തില്ല, INCLUD, include mean the team. എന്നെ കൂടെ ചേർക്കുക, ടീമിൽ എന്നെ കൂടെ ചേർക്കുക. ഇത് ഇൻക്ലൂഷൻ ആൻഡ് noun form, ചേർക്കൽ ആണ് ഇൻക്ലൂഷൻ. ആൻഡ് ദെൻ കമ്പാഷൻ മീൻസ് ഒരു ആർദ്രത എന്ന് പറയും. ആർദ്രത, കമ്പാഷൻ. Some people are by nature compassionate. അതിൽ നിന്നുള്ള മറ്റൊരു ഭാഗമാണ്. You should show compassion towards the poor. പാവങ്ങളോട് നമ്മൾ ദയതാണ്. ഇവിടെ inclusion and compassion. Who can build? Women can build. Build means ആ സാഹചര്യം ഉണ്ടാക്കാൻ. ഇൻക്ലൂഷൻ പ്ലസ് കമ്പാഷൻ, ഇങ്ങനത്തെ ഉള്ള സാഹചര്യം ഉണ്ടാക്കാൻ സ്ത്രീകൾക്ക് പറ്റുന്നതാണ്. ബിൽഡിംഗ് മീൻസ് ക്രിയേറ്റിംഗ്. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറയാം നമുക്ക് നിലനിൽപ്പ്. ഓപ്പോസിറ്റ് ആണ് അൺസസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ദിവസം കൊണ്ട് തീർക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഉദാഹരണത്തിന് ഓയിലിൻ്റെ കാര്യം എടുത്ത്, ഓയിൽ നമ്മുടെ ഈ ഒരു 50 അല്ലെങ്കിൽ 100 വർഷം കൊണ്ട് ഈ ഓയിൽ മുഴുവൻ അങ്ങോട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണെന്നില്ല. പിന്നീട് വരുന്ന ജനറേഷൻ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ, ദാറ്റ് ഈസ് അൺസസ്റ്റൈനബിൾ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചെടുത്ത് ഉപയോഗിക്കുക, ബാക്കി നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കുക. സൗരോർജം, അല്ലെ കാറ്റ്, അല്ലെ വിൻഡ് പവർ എന്ന് പറയാം. ഇത്
അല്ല ചില ബയോളജിക്കൽ മെറ്റീരിയൽസ് ഇപ്പം ഓയിലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നോക്കണം. അല്ലാതെ ഇത് മാത്രം എടുത്ത് കുഴിച്ചെടുത്ത് മുഴുവൻ തീർത്ത് വെച്ചിരിക്കുന്നത് കൈയും കെട്ടിയിരിക്കുകയാണ്. Then what will you do? That is not sustainable development. That is opposite of that, unsustainable. The sustainable, long-term sustainable development, വളരെ നാളത്തേക്ക്, ലോങ് ടേം, വളരെ നാളത്തേക്ക് നിലനിൽക്കുന്ന തരത്തിലുള്ള ഭൂമിയും അതിലെ വസ്തുവകകളും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അല്ലെ പ്രോഗ്രസ്, അത് അങ്ങനെ ചെയ്യുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ വലിയ ഗുണത്തെ പറ്റിയാണ് പറയുന്നത്. ഇന്നലെ ഞാൻ എക്സാമ്പിൾ പറയുന്നില്ലേക്കും പഞ്ചസാരയുടെ കാര്യം. അതുപോലെ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്, വളരെ നല്ലൊരു ഫ്രേസാണ്. ലാക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്, ഒരു ഇല്ലായ്മ. സി ഐ ലാക്ക് ഇനഫ് ഫണ്ട്സ്, എനിക്ക് ആവശ്യത്തിനുള്ള പണമില്ല എന്നുള്ളതാണ്. ലാക്ക് ദ കോൺഫിഡൻസ്, ആത്മവിശ്വാസം. They lack confidence. That's what people say. മറ്റു മനുഷ്യർ അങ്ങനെയാണ് പറയുന്നത്, സ്ത്രീകൾക്ക് ആത്മവിശ്വാസമില്ല. ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്, കോമ്പിറ്റൻസ് ദെയർ കഴിവുകൾ. അപ്പോൾ അവരെ ഒരു ലീഡർഷിപ്പ്, ഒരു ലീഡറാക്കിയാൽ അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവില്ലെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ശരിയല്ല. സോ lack the confidence to match their competence. There means women. Competence, their abilities. Match, equal. Equal ആക്കുക. അതായത് അവരുടെ പൊസിഷൻ അനുസരിച്ച് അത് ഉയരുക. പൊസിഷനും അവരുടെ അവർ ചെയ്യുന്ന പ്രവൃത്തിയും അതിനോട് ചേർന്ന് പോകും. ഉദാഹരണത്തിന് ഒരു ലേഡി പ്രിൻസിപ്പൾ ഉണ്ടെന്നിരിക്കില്ല. ഇപ്പം വിദ്യാർത്ഥികളെ സമരം ചെയ്യുമ്പോൾ അവർ ബാഗും കുടയൊക്കെ എടുത്തുകൊണ്ട് അടുത്ത വണ്ടിയൊക്കെ പോവുകയാണെങ്കിലോ, ദാറ്റ് ഇസ് നോട്ട് മാച്ചിങ് ദ കോമ്പിറ്റൻസ്. മാച്ചിങ് ദ കോമ്പിറ്റൻസ് എന്താ? പുറത്തോട്ട് ഇറങ്ങി വന്നു എന്തിനാണ് സമരം ചെയ്യുക, അതാണ് തൻ്റെ ഇടം കാണിക്കുന്നത്. ദെൻ ഷീ ഈസ് മാച്ചിങ് ദ കോമ്പിറ്റൻസ്. സത്യം പറഞ്ഞാൽ അവർ കൊണ്ടത് ഇല്ലെന്ന് ചുമ്മാ പറയുന്നു. അതാ. So people say that they lack the confidence to match their competence. പക്ഷെ അത് തെറ്റാണ്. We should not lack the confidence to match our competence. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു പൊസിഷൻ അനുസരിച്ച് ഉയരാൻ കഴിവില്ലെന്ന് പറയരുത്. അത് ചിലവരെ ക്ലാസ് ടീച്ചർ പറയും, അശോക് ഫ്രം ടുമോറോ യു ആർ ദ ക്ലാസ് ലീഡർ. ഇപ്പോഴത്തെ അശോക് എനിക്ക് പറ്റത്തില്ല. വൈ? ബിക്കോസ് ഹി തിങ്സ് ദാറ്റ് ഹി ലാക്സ് ദ കോൺഫിഡൻസ് ടു മാച്ച് ദ കോമ്പിറ്റൻസ്. അതാണ്, അതുകൊണ്ടാണ് ചിലവര് ക്ലാസ് സ്റ്റേജിലൊക്കെ ഒരു പാട്ട് പാടാൻ, എനിക്ക് പാടുന്ന ഈ കുട്ടി പാടും. അങ്ങനെയല്ല, നിങ്ങൾക്ക് പാടാനറിയാം. സോ you should not lack the confidence to match your competence. The കഴിവിനനുസരിച്ച് നമുക്ക് ഉയരണം. And then you have reset the narrative. Reset the narrative means rewrite the story എന്നാണ്. പക്ഷെ ഇവിടെ ഇത് അതിൻ്റെ അർത്ഥം എന്താ? rewrite the story. Start thinking differently. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ സ്റ്റോറി എന്താ? എന്ത് സ്റ്റോറിയാ? That you are not competent. ആ ചിന്ത, നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ള ചിന്ത മാറ്റി എഴുതണം എന്നാണ്. ഇപ്പം ശരിയായിട്ട് എഴുതുന്ന എന്താ? കഴിവുണ്ടെന്ന് പറയണം. അപ്പം റീസെറ്റ് ദ നറേറ്റീവ്. When somebody says you are unable to become the class leader, you should reset the narrative. ഒരാൾ പറയാം നിങ്ങൾക്ക് ക്ലാസ് ലീഡർ കഴിവില്ലെന്ന് പറയുമ്പോൾ No, I can do. പറഞ്ഞിട്ട് നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് മാറ്റി ഇടുന്നു. നെക്സ്റ്റ്, ദർ ദ ഡിഫറൻസ്. ദർ ദ ഡിഫറൻസിന് ഇവിടെ 2-3 അർത്ഥം. ഒന്ന്, ധൈര്യമായിട്ട് വ്യത്യസ്തമായി ചിന്തിക്കുക. 2, പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. അതാണ് ആൾക്കാർ വിചാരിക്കുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമേ കോമ്പറ്റൻസ് ഉള്ളൂ.
You dare the difference. മനസ്സിലായില്ലേ? 3, ready to take risk. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അതാണ് dare the difference. 3 തരത്തിൽ അതിനെ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. 1, നമ്മൾ തന്നെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. 2, നമ്മൾ ഡിഫറൻഷ്യൽ തിങ്കിങ് ആണ്. ഡിഫറൻഷ്യൽ തിങ്കിങ്. 2, പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. 3, റിസ്ക് എടുക്കാൻ തയ്യാറായി. അപകടങ്ങൾ തരണം ചെയ്യണം. അതാണ് dare the difference. കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ നമ്മുടെ സുഖമായ ഒരവസ്ഥ. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ ഏരിയ, സ്ഥലം, സുഖമായ ഒരവസ്ഥ. ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല തണുപ്പ്, ഒരു പുതപ്പുമുണ്ട്, കട്ടിലുമുണ്ട്, നല്ലൊരു ബെഡുമുണ്ട്, രാവിലെ കിടന്ന് ഉറങ്ങാൻ. ദാറ്റ് ഈസ് യുവർ കംഫർട്ട് സോൺ. ആ എന്നാ സുഖം അല്ലേ? ഒരു പരസ്യം കാണത്തില്ലേ, ഏതോ ഒരു ബെഡിൻ്റെ ഡോക്ടർ ബാക്ക് മാട്രസാണ് തോന്നുന്നു. അതുപോലെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും അവിടെ അടുത്ത് പോയി വെടിക്കെട്ട് വെക്കുന്നു, ചെണ്ട വയ്ക്കുന്നു, ഇതൊന്നും വെച്ചിട്ട് അല്ലെങ്കിൽ മണി അടിച്ച് നോക്കുന്നു. അതിൽ അയ്യേക്കുന്നില്ല. കാരണം വളരെ കംഫർട്ടബിളായിട്ട് കിടന്ന് ഉറങ്ങുക. അതാണ് കംഫർട്ട് സോൺ. ഉറക്കം തന്നെയല്ല എല്ലാം. നമ്മളുടെ ഹാബിറ്റ്സ് നമ്മുടെ ഒരു കംഫർട്ട് സോണാണ്. ഉദാഹരണത്തിന് സിഗരറ്റ് പിടിക്കുന്ന ആൾക്ക് അതൊരു കംഫർട്ട് സോണാണ്. അപ്പം അയാൾ രക്ഷപ്പെടണമെങ്കിൽ ഹി ഹാസ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് കംഫർട്ട് സോൺ. എന്ന് പറഞ്ഞാൽ അത് വലിയ നിർത്തണം. അപ്പോൾ വലിയ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷമതകളെല്ലാം നമ്മൾ കുറച്ച് നാളത്തേക്ക് സഫർ ചെയ്യണം. അല്ലേ? ഉറങ്ങണം, നല്ല സുഖം ഉറങ്ങാൻ. പക്ഷേ യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് ഫോർ യുവർ സ്റ്റഡീസ്. ഞാൻ പറയില്ലേ, മൈൽസ് ടു ഗോ ബിഫോർ യു സ്ലീപ്. Woods are lovely, dark and deep, but I have promises to keep. Miles to go before I sleep, and miles to go before I sleep. അപ്പം നമ്മുടെ സുഖം അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറത്തേക്ക് വരണം. എന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർച്ച ഉണ്ടാവും. അല്ലെ എന്നും കിടന്ന് ഉറങ്ങി റിപ്പോൺ വിങ്ങലിനെ പോലെ 25 വർഷം കഴിയുമ്പോൾ എണീറ്റ് വരുമ്പോൾ ലോകം എല്ലാം മാറിയിരിക്കും. നമ്മൾ മാത്രം ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കും. റിപ്പോൺ വിങ്ങലിൻ്റെ കഥ എടുത്തില്ല. 25 years he slept. അതാണ് ഈ കംഫർട്ട് സോൺ. We must all come out of our comfort zones for development. നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ ഇറങ്ങി വേണം. ചിലരൊക്കെ 8 മണി 9 മണി വരെ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും അവരുടെ കംഫർട്ട് സോൺ. You have to stop such a habit. Get up at 4 o'clock and start studying. Spend at least 6 hours for academic activities. 6 മണിക്കൂറെങ്കിലും മിനിമം ഒരു സ്റ്റുഡൻറ്റ് പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ഒരു പ്രസംഗമാണ്, ഒരു സ്പീച്ച്. 2 more you can see immediately after this there is reference to 2 more speeches. One is that famous speech given by Martin Luther King Jr. I have a dream. നിങ്ങൾ കുറച്ച് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളതൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒത്തിരി മാർഗങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ കേൾക്കണം. അതിനകത്ത് ആ ബോഡി ലാംഗ്വേജ്, കൈയെടുത്ത് വെക്കുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. വേറെ പ്രശ്നമുള്ളത് മാർക്ക് ആൻ്റണിയുടെയാണ്. ജൂലിയസ് സീസറിനെ കുത്തിക്കൊന്നു. എന്നിട്ട് ആ ശവം കിടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹിതൻ, ഫ്രണ്ട് മാർക്ക് ആൻ്റണി ഒരു പ്രസംഗം ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. പറയുന്നത് തന്നെ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. കൂട്ടുകാരെ, റോമാക്കാരെ, ഈ നാട്ടിലെ ആളുകളെ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്, നിങ്ങളുടെ ചെവി അല്പസമയത്തേക്ക് ഞാൻ കടമെടുക്കട്ടെ. എന്നാ ഭാഷയല്ലേ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് നമ്മൾ അത് കാണണം യൂട്യൂബിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളത് കാണണം. പ്രസംഗം കേൾക്കണം. ഒരു 10 പ്രാവശ്യം കേട്ടാലും നല്ലതാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാം. എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, എങ്ങനെയാണ് ആളുകളെ അഡ്രസ്സ് ചെയ്യേണ്ടത്, ആളുകളെ ഇളക്കുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് അതിങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്ന റെഫറൻസ്.
സോ കംഫർട്ട് സോൺ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ല വാക്കുകളും ഫ്രേസസുമാണ് ഇത് നിങ്ങൾ പഠിക്കണം. കാരണം ഭാഷ നല്ലപോലെ പഠിച്ചെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ നശിച്ചു പോകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 12ാം ക്ലാസ്സിൽ വരുന്ന ഈ സമയത്ത് ഒരു സംശയമില്ലാതെ ഞാൻ പറയാം, നിങ്ങൾക്കൊരു 50,000 വാക്കുകൾ നിങ്ങളിപ്പോൾ ഈ സമയത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ മറന്നു പോകുന്നു. എന്തുകൊണ്ടാണ്? ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ ഒരു ഷർട്ട്, നല്ലൊരു ഷർട്ട്, അത് തേച്ച് മടക്കിയോടെ വെക്കുക. ഒരു വർഷം കഴിഞ്ഞ് എടുക്കുക, പൊടി പോയി. കാരണം എന്താ? നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെയാണ് ഈ വാക്കുകൾ. They will die. Words will become dead if you don't use. അതാണ് നമ്മൾ നിങ്ങൾ ഉപയോഗിക്കണം. ആൻസറിലൊക്കെ ഇത് ഉപയോഗിക്കും. ഓക്കെ. So once again I will make sentences for you. There is always plenty of room for a student for improvement. Irony. Very often people use irony to fool others or make fun of others. People use irony to make fun of others. Building inclusion and compassion. SION. Inclusion and compassion. That means whenever you take a decision, you should build inclusion and compassion in that decision. Or before taking a decision, you should build inclusion, or all the decisions that you take should be built on inclusion and compassion. Long-term sustainability. We should not use all the raw materials for development, but our policy should be long-term sustainability. A long sentence, forget about it. Long-term sustainability is a must for development. This is similar. Long-term sustainability is a must for development. But development നടത്തുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. long-term അതോ നാളത്തേക്കുള്ള. Lack the confidence to match their competence. No one should lack the confidence to match his competence. ആരും ഇങ്ങനെ വിചാരിക്കരുത് എനിക്കിതിൻ്റെ കഴിവില്ല, അങ്ങനെ വിചാരിക്കരുത്. സിമ്പിൾ. നല്ല റീസെറ്റ് ദ നരേറ്റീവ്. If you fail in the exam, you should reset the narrative. നിങ്ങൾ പരീക്ഷയ്ക്ക് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കഥ റീറൈറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നിങ്ങളുടെ രീതികളെല്ലാം മാറ്റണം. ഒത്തിരി ഉറങ്ങുന്നവർ കുറച്ചറിയണം, അങ്ങനെയൊക്കെ. റീസെറ്റ് ദ നരേറ്റീവ്. There the difference. No one can become a leader without daring the difference. ആർക്കും ഒരു ലീഡറാകാൻ പറ്റിയല്ല, റിസ്ക് എടുക്കാതെ. Daring the difference. Comfort zone. We should come out of our comfort zones to develop or improve. Come out of your comfort zones for improvement. Comfort zone example ഞാൻ ഇന്നലെ പറയില്ലേ, ഗുഡ് സമാരിറ്റൻ്റെ കാര്യം. 2 പേർ കംഫർട്ട് സോണിൽ അങ്ങ് പോയി. ഒരാൾ അതിൽ നിന്ന് he stepped out. മാറ്റങ്ങൾ വരണം. If you want to change anything, you have to step outside the comfort zone. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മുടെ നമ്മൾ കണക്കാക്കുന്ന സുഖങ്ങളിൽ നിന്ന് നമ്മൾ അല്പം സുഖങ്ങൾ ഉപേക്ഷിക്കണം. അല്പം സുഖങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ഇപ്പം നല്ലത് ഉപയോഗിക്കാറായില്ലേ? Don't lack the confidence to match your competence. You should reset the narrative. Reset the narrative.
Dramatists use irony in their dramas. നാടകം എഴുതുന്നവരുടെ നാടകത്തിൽ മിക്കപ്പോഴും ഐറണി കാണും. ഇങ്ങനെ ഒരു സംഭവിക്കുന്നതും വിചാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ ഐറണിയാണ്. ഐറണി. And then you have plenty of room. എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കണം. റീസെറ്റ് narrative and comfort zone. Now question answer. Questions. In what way does leadership help women? Leadership എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത് എംപവർമെന്റിന്? That is, leadership enables women to rise and fulfill their innate abilities and talents. അതാണ് എൻ്റെ ആൻസർ. ആൻസർ നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ട്. Enables women to rise and fulfill their innate abilities and talents. അതാണ് ലീഡർഷിപ്പ് അവർ സഹായിക്കുന്നത്. സെക്കൻഡ്, വാട്ട് ഈസ് ദ ഐറണി ഹിയർ? ഇവിടുത്തെ പരിഹാസം അല്ലെങ്കിൽ ഇവിടുത്തെ ഐറണി എന്താണ്? ദാറ്റ് ഈസ്, people think that only men can occupy positions of leadership. താക്കോൽ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളതാണ് വിചാരിക്കുന്നത്. ബട്ട് the irony is that women, they do a good job just like others. Sometimes they do a better job. The irony is that the women, they do a good job and sometimes better job than others. Irony. Understand? Next one. Women are better decision makers than men. Do you agree? Everybody the answer. They are better decision makers than men because their decisions are based on consensus, building inclusion, compassion, and with a focus on long-term sustainability. That's the answer. They make decisions on the basis of compassion, consensus, inclusion, and also thinking of long-term sustainability. So they are better decision makers. No doubt about that. Then, what do you mean by there the difference? Why does the speaker say women should reset the narrative? എന്തുകൊണ്ടാണ് പറയുന്നത് വിമൻ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി എഴുതണമെന്ന് പറയുന്നത്? ബിക്കോസ് വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദർ കോമ്പറ്റൻസ്. ദേ ഷുഡ് ചേഞ്ച് ദർ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ്. അവർക്ക് അതിനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലെന്ന് അവർ വിചാരിക്കും. പക്ഷെ അത് ശരിയല്ല. മാറ്റം വരുത്തണം. Reset the narrative. That means they should think that they have the confidence to match their competence. That is reset the narrative means. അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നവര് വിശ്വസിക്കണം. അപ്പോൾ എന്ത് പറ്റി? പുതിയ ചിന്താഗതി വരും, പുതിയ ചിന്താധാര. റീസെറ്റ് ദ നറേറ്റീവ്. ഒരു പുതിയ ചിന്ത വരണം. എന്താ പുതിയ ചിന്ത? പഴയ ചിന്ത എന്നാ? They don't have the competence to match they don't have the confidence to match the competence. പുതിയ ചിന്ത എന്താ? They have the confidence to match the competence. അങ്ങനെയാണ്. അതാണ് ആൻസറൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതിനകത്ത് തന്നെ ഉണ്ട്. What do you mean by dare the difference? Dare the difference has three meanings. One is women should take risk. They should be able to take risk. Secondly, they should practice differential thinking. വ്യത്യസ്തമായ ചിന്ത. എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ ഫയൽ കൊണ്ടുവന്നേ കഴിഞ്ഞ തവണ ഇരുന്ന ഓഫീസർ എന്താ ചെയ്തത് ഈ അവസരത്തിൽ, അത് ഞാൻ നോക്കട്ടെ, അതുപോലെ ചെയ്യാം. അങ്ങനെയല്ല, നമുക്ക് നമ്മുടേതായ ഒരു ചിന്ത വേണം. And third, we should be different from men. Already we have seen what is the difference.
their decisions are based on consensus, compassion, inclusion, and long-term sustainability. Women, they take decision on the basis of consensus, inclusion, എല്ലാവരുടെയും ഒപ്പീനിയൻസ് എടുത്ത് അഭിപ്രായങ്ങൾ എടുത്ത് അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ച്, 2 ഇൻക്ലൂഷൻ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക, 3 ഇൻക്ലൂഷൻ, കമ്പാഷൻ, ഒരു ദയവ് എല്ലാത്തിലും കാണിക്കുക, ദയവോടുകൂടി സമീപിക്കുക, 4 ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ എല്ലാം ഉള്ളതെല്ലാം തീർക്കാതെ കുറേയെങ്കിലും മാറ്റി വയ്ക്കുക, ബാക്കി അടുത്ത് വരുന്ന ജനറേഷന് വേണ്ടി മാറ്റി വെക്കാനുള്ള മനസ്ഥിതിയോടുകൂടി ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ ഒരു പാറമട ഉണ്ടെന്ന് ഇരിക്കട്ടെ, 3 മാസങ്ങളിൽ മൊത്തം തീർക്കുക, അങ്ങനെയല്ല, കുറച്ച് 3-2 ഭാഗം എടുത്തു 3 അവിടെ വെച്ചേക്കുക. അതാണ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്ത്രീകൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഈ 4 സംഗതിയുണ്ട്. ഏതൊക്കെയാണ്? 1 കൺസെൻസസ്, എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിക്കുന്നു. 2 ഇൻക്ലൂഷൻ, എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാനുള്ള കഴിവ്. 3 കമ്പാഷൻ, ഒരു ദയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. 4 മനുഷ്യത്വത്തോടുകൂടി. 4 ഭാവിയെ കൂടെ കണ്ടുകൊണ്ട് ചെയ്യുന്നത്, ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ഭാവിക്ക് വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലും കരുതി വെച്ചിട്ടാണ് അവർ ഡിസിഷൻ എടുക്കുന്നത്. That's a very important sentence in this section. What do you mean by, or why do you think that women are better decision makers than men? Because in their decision you will find compassion, inclusion, consensus, and long-term sustainability. Compassion, inclusion, consensus, long-term sustainability. അല്ലെങ്കിൽ consensus, compassion, consensus, inclusion, compassion, and long-term sustainability. Understand? This question is very possible. I mean, very often they ask that is, what do you mean by daring the difference? Daring the difference means 1, they should think differently from others. Secondly, they should be able to take risks. Thirdly, they should think better than or take decisions in a way that is better than that of men. 3 കാര്യങ്ങളാണ്. പുരുഷന്മാരെക്കാളും വ്യത്യസ്തമായ നല്ല ഡിസിഷൻസ് എടുക്കണം. 2, അവർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. 3, അവർ അവരുടേതായ രീതിയിൽ ചിന്തിക്കണം. വേറെ ആരും പറഞ്ഞതല്ല, ഒറിജിനൽ തിങ്കിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത്രയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗം നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. I hope that you have understood these things very well. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങളൊരു പാസേജ് വായിക്കുമ്പോൾ നല്ലപോലെ വായിച്ച് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്നാന്ന് ചോദിച്ചാൽ അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. Once you are competent enough to frame questions based on a given passage, then it becomes very easy for you to answer those questions. മനസ്സിലാവുന്നു? അങ്ങനെ ചെയ്ത് നോക്കി. ഇതിനകത്ത് 7 സെൻറ്റൻസേ ഉള്ളൂ നമ്മൾ ഇന്നലെ പഠിച്ചത്. ആ 7 സെൻറ്റൻസിനകത്ത് ഞാൻ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കി? 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. അപ്പം എനിക്ക് അതിൻ്റെ ആൻസറും കണ്ടുപിടിക്കാൻ പറ്റി. അതുപോലെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് പഠനം വളരെ എളുപ്പമാകും. അടുത്ത ലെസണിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി എളുപ്പമാകും. ഫൈനൽ ഏറ്റവും അവസാനത്തെ ലെസൺ വരുമ്പോൾ ഈ പഠിച്ചതെല്ലാം നല്ല ഫ്ലൂവൻ്റായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാനും ഈ കാണാതെ പഠിക്കാതെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഉപയോഗിച്ച് ആൻസർ എഴുതാനും പറ്റും. അതൊരു വലിയ കാര്യമില്ല. ഹോപ്പ് ദാറ്റ് യു വിൽ ഫോളോ ആൻഡ് യു ആർ എൻജോയിങ് മൈ ക്ലാസ്സസ്. യു ക്യാൻ, ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നു. നമുക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട്
for today we will wind up. Okay? So as I said, keep smiling and be always nice to others. Bye.